ഹലോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ലേൺ വിത്ത് ലാവുഷിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആനുകാലികം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 150-ാം ജന്മശതാബ്ദി ദിനമായ ഒക്ടോബർ 31-ന് റിലീസ് ചെയ്യുന്ന സിനിമ ഏത്? മാൻ ഓഫ് സ്റ്റീൽ സർദാർ. മാൻ ഓഫ് സ്റ്റീൽ സർദാർ. നമുക്കറിയാം, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 150-ാം ജന്മശതാബ്ദി ദിനമാണ് ഈ വരുന്ന ഒക്ടോബർ 31. ആ ഒക്ടോബർ 31-ന് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് മാൻ ഓഫ് സ്റ്റീൽ സർദാർ. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന ഈ പട്ടേലിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസ് അല്ലെങ്കിൽ ദേശീയ ഐക്യ ദിനമായാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത്. നമുക്കറിയാം, പട്ടേലിൻ്റെ ജന്മദിനമായിട്ടുള്ള ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസ് അല്ലെങ്കിൽ ദേശീയ ഐക്യ ദിനമായാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത്. പട്ടേലിനെ കുറിച്ച് അറിയുന്ന മറ്റൊരു കാര്യമാണ്, ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ വ്യക്തിയാണ് അദ്ദേഹം. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹത്തിൻ്റെ 150-ാം ജന്മശതാബ്ദി ദിനം റിലീസ് ചെയ്യാൻ പോകുന്ന മാൻ ഓഫ് സ്റ്റീൽ സർദാർ എന്ന സിനിമയുടെ സംവിധായകനാണ് മിഹിർ ബൂദ. മാൻ ഓഫ് സ്റ്റീൽ സർദാർ എന്ന സിനിമയുടെ സംവിധായകനാണ് മിഹിർ ബൂദ. അടുത്ത ചോദ്യം, 8ാം ശമ്പള കമ്മീഷൻ അധ്യക്ഷ സുപ്രീം കോടതി റിട്ടയേർഡ് ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായി. 8ാം ശമ്പള കമ്മീഷൻ അധ്യക്ഷയാണ് സുപ്രീം കോടതി റിട്ടയേർഡ് ജഡ്ജിയായിട്ടുള്ള രഞ്ജന പ്രകാശ് ദേശായി. സംസ്ഥാന സ്കൂൾ കായികമേള ഓവറോൾ കിരീടം നേടിയത് തിരുവനന്തപുരം. കഴിഞ്ഞ വർഷങ്ങളിലും ഓവറോൾ കിരീടം നേടിയത് തിരുവനന്തപുരം ജില്ലയാണ്. അപ്പോൾ ആ ഒരു ഓവറോൾ കിരീടം നിലനിർത്തിക്കൊണ്ടാണ് തിരുവനന്തപുരം ജില്ല മുന്നോട്ട് പോയത്. എന്നാൽ 2ാം സ്ഥാനത്തെത്തിയത് തൃശ്ശൂർ ജില്ലയാണ്. 2ാം സ്ഥാനം നേടിയത് തൃശ്ശൂർ ജില്ലയാണ്. ജേതാക്കൾക്ക് സമ്മാനിച്ചത് 117.5 പവൻ വരുന്ന സ്വർണ്ണക്കപ്പാണ്. ജേതാക്കൾക്ക് സമ്മാനിച്ചത് എന്താണ്? 117.5 പവൻ വരുന്ന സ്വർണ്ണക്കപ്പാണ് സമ്മാനമായി ലഭിച്ചത്. കേരള ഒളിമ്പിക് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക് കിരീടം തുടർച്ചയായി നിലനിർത്തിയത് മലപ്പുറം ജില്ലയാണ്. ഓവറോൾ കിരീടം നേടിയത് തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ കൂടിയും അത്ലറ്റിക് കിരീടം തുടർച്ചയായി നിലനിർത്തിയത് മലപ്പുറം ജില്ലയാണ്. 2ഉം 3ഉം സ്ഥാനങ്ങളിൽ പാലക്കാടും കോഴിക്കോടും ഉണ്ട്. 2ഉം 3ഉം സ്ഥാനങ്ങളിലായി പാലക്കാട് ജില്ലയും കോഴിക്കോട് ജില്ലയും ഉണ്ട്. സ്പോർട്സ് സ്കൂൾ വിഭാഗത്തിൽ കപ്പ് നേടിയത് GV രാജ സ്പോർട്സ് സ്കൂൾ തന്നെയാണ്. സ്പോർട്സ് സ്കൂൾ വിഭാഗത്തിൽ കപ്പ് നേടിയത് GV രാജ സ്പോർട്സ് സ്കൂളാണ്. മൊൻത ചുഴലിക്കാറ്റ് ഇന്ത്യൻ കരയിൽ പ്രവേശിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. മൊൻത ചുഴലിക്കാറ്റ് ഇന്ത്യൻ കരയിൽ പ്രവേശിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഒക്ടോബർ 10-ന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ഹമാസ് ലംഘിച്ചു എന്നാരോപിച്ച് ഗാസയിൽ ശക്തമായ ആക്രമണത്തിന് ഉത്തരവിട്ട ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഒക്ടോബർ 10-ന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ഹമാസ് ലംഘിച്ചു എന്നാരോപിച്ച് ഗാസയിൽ ശക്തമായ ആക്രമണത്തിന് ഉത്തരവിട്ട ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായി നിയമിതനാവാൻ പോകുന്നത് റസൂൽ പൂക്കുട്ടി. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായി നിയമിതനാവാൻ പോകുന്നത് റസൂൽ പൂക്കുട്ടി. ലോക പക്ഷാഘാത ദിനമാണ് ഒക്ടോബർ 29. അതായത് ഇന്ന് ലോക പക്ഷാഘാത ദിനമാണ്. റഫാൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതിയാകാൻ ഒരുങ്ങുന്നത് ദ്രൗപദി മുർമു. റഫാൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതിയാകാൻ ഒരുങ്ങുന്നത് ദ്രൗപദി മുർമു. 2026 സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയാകുന്നത് കണ്ണൂർ. 2026 നടക്കാൻ പോകുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദിയാകാൻ പോകുന്നത് കണ്ണൂരാണ്. 2026 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദിയാകാൻ പോകുന്നത്. അടുത്തിടെ ബെയ്ജിങ്ങിലെ ഇന്ത്യൻ എംബസിയിൽ അനാച്ഛാദനം ചെയ്ത രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അർദ്ധകായ പ്രതിമ നിർമ്മിച്ച പ്രശസ്ത ചൈനീസ് ശില്പിയാണ് യുവാൻ ഷിക്വിൻ. അടുത്തിടെ ബെയ്ജിങ്ങിലെ ഇന്ത്യൻ എംബസിയിൽ അനാച്ഛാദനം ചെയ്ത രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അർദ്ധകായ പ്രതിമ നിർമ്മിച്ച പ്രശസ്ത ചൈനീസ് ശില്പിയാണ് യുവാൻ ഷിക്വിൻ. 2025 ഫിഡെ ലോകകപ്പ് ഏത് സംസ്ഥാനത്താണ് നടക്കുക? ഗോവ. 2025 ഫിഡെ ലോകകപ്പ് ഏത് സംസ്ഥാനത്താണ് നടക്കുക? ഗോവ. കുസാറ്റ് ദക്ഷിണേന്ത്യയിലെ സർവകലാശാല തലത്തിൽ സ്ഥാപിച്ച ഏറ്റവും വലിയ ഹൈബ്രിഡ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സംവിധാനമാണ് തേജസ്വി. കുസാറ്റ് ദക്ഷിണേന്ത്യയിലെ സർവകലാശാല തലത്തിൽ സ്ഥാപിച്ച
ഏറ്റവും വലിയ ഹൈബ്രിഡ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സംവിധാനമാണ് തേജസ്വി. എക്സസൈസ് ഓഷ്യൻ സ്കൈ 2025 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേതാണ്? സ്പെയിൻ. എക്സസൈസ് ഓഷ്യൻ സ്കൈ 2025 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് സ്പെയിൻ. അതിർത്തിയിൽ കരസേനയ്ക്ക് കരുത്തേകാൻ അമറിയിലെ കോർവ ഓർഡിനൻസ് ഫാക്ടറിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മേക്ക് ഇന്ത്യ തോക്കുകൾ ആണ് ഷെയർ AK-203, AK-203. ഷെയർ AK-203. അടുത്തിടെ കാതറിൻ കോണോളി ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? അയർലാൻഡ്. അടുത്തിടെ കാതറിൻ കോണോളി ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? അയർലാൻഡ്. മൈസൂർ വിമാനത്താവളത്തിൻ്റെ ആദ്യ വനിതാ ഡയറക്ടറായി നിയമിതയായ മലയാളി PV ഉഷാകുമാരി. മൈസൂർ വിമാനത്താവളത്തിൻ്റെ ആദ്യ വനിതാ ഡയറക്ടറായി നിയമിതയായ മലയാളി PV ഉഷാകുമാരി. KDISC അംഗീകാരം ലഭിച്ച കുട്ടികൾ തയ്യാറാക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ കുട്ടികളൊരുക്കിയ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് പ്യൂപ്പിൾ കാർട്ട്. KDISC അംഗീകാരം ലഭിച്ച കുട്ടികൾ തയ്യാറാക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ കുട്ടികളൊരുക്കിയ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് പ്യൂപ്പിൾ കാർട്ട്. പാക് അതിർത്തിയിലെ സർക്രീക്കിന് സമീപം 2025 ഒക്ടോബർ 30 മുതൽ നവംബർ 10 വരെ ഇന്ത്യ നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് ത്രിശൂൽ. പാക് അതിർത്തിയിലെ സർക്രീക്കിന് സമീപം 2025 ഒക്ടോബർ 30 മുതൽ നവംബർ 10 വരെ ഇന്ത്യ നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് ത്രിശൂൽ. 2025 ഒക്ടോബറിൽ ഇന്ത്യൻ എംബസി സ്ഥാപിതമായ രാജ്യം അഫ്ഗാനിസ്ഥാൻ. 2025 ഒക്ടോബറിൽ ഇന്ത്യൻ എംബസി സ്ഥാപിതമായ രാജ്യം അഫ്ഗാനിസ്ഥാൻ. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികവിന് കേന്ദ്ര സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞനാണ് N. ജയൻ. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികവിന് കേന്ദ്ര സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞനാണ് N. ജയൻ. നിലവിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിളിൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ് ഇദ്ദേഹം. നിലവിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിളിൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ് ഇദ്ദേഹം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ആനുകാലിക ഭാഗത്ത് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നു എന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. താങ്ക്